ഹായ്. അപ്പോൾ രാവിലെ ഇന്ന് കുറച്ച് താമസിച്ച് എണീറ്റാൽ മതിയാ, കാരണം ഇന്ന് സ്കൂളില്ലേ. നമുക്ക് പണ്ട് സ്കൂൾ ലീവ് കിട്ടുമെന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ പിള്ളേർക്ക് സ്കൂളില്ലെങ്കിൽ പിന്നെ ഇച്ചിരി നേരം പ്രകൃതിയൊക്കെ അങ്ങോട്ട് ആസ്വദിച്ച് അങ്ങോട്ട് ഇരുന്നിട്ട് ഒരു കപ്പ് ചൂടുവെള്ളം കുടിച്ച്, ചൂടുവെള്ളം കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണല്ലോ. അതും കുടിച്ച് പ്രകൃതി ആസ്വദിച്ചിരുന്ന രാവിലെ ഒന്നും ഞം 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 കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ തന്നെ അടുക്കളയിൽ കയറണം. അപ്പോൾ പിന്നെ വേഗം അടുക്കളയിലോട്ട് കയറി ഒരു തട്ടിക്കുട്ട് വെള്ളച്ചമ്മന്തിയും ദോശയും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കി വെച്ചപ്പോഴത്തേന് എൻ്റെ കുരുപ്പുകൾ രണ്ടുപേരും എണ്ണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂത്തവൾ എണ്ണീറ്റിരുന്ന് പല്ല് കേൾക്കുന്നതിൻ്റെ കാര്യമൊക്കെ ഇരുന്ന് പറയുമായിരുന്നു. പിന്നെ മോക്കൾ എണീറ്റപ്പോഴത്തേന് അവൾക്കുള്ള പാലൊക്കെ റെഡിയാക്കി അവൾക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ അവൾക്ക് ഫോർമുല മിൽക്കാണ് കൊടുക്കുന്നത്. പിന്നെ ബെഡ്റൂമിലോട്ട് പോകുമ്പോൾ എൻ്റെ ശിവനേ, ഇത് ഞാൻ തന്നെ എല്ലാം അടുക്കി പറക്കി വെക്കണമല്ലോ എന്നോർത്ത് പിന്നെ അതെല്ലാം അടുക്കി പറക്കിയൊക്കെ വെച്ച്. അപ്പം ഞാൻ ദോശ ഇടാൻ വേണ്ടി കയറി. എനിക്ക് വിശന്നെൻ്റെ അടപ്പിളകി. അപ്പോൾ ഉക്കത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവളെ ഉക്കത്ത് വെച്ചുകൊണ്ട് ദോശയൊക്കെ ചുട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് തിന്നാം. അപ്പം ഇത്രയോളം. ടാറ്റാ ബൈ ബൈ.